നമ്മളുടെ പൾപ്പാണിത് അല്ലേ? അതെ അതെ അതെ. ആ പൾപ്പ് ഇങ്ങനെയായി മാറിയിട്ടുണ്ട്. ഹീറ്റിംഗ് പ്രോസസ്സാണ്. ഹീറ്റിംഗ് പ്രോസസ്സാണ്, ബേക്ക് ചെയ്ത് എടുക്കുകയാണ്. നമ്മള് സാധാരണ ഫംഗ്ഷനിൽ കാണുന്ന പ്ലേറ്റ് നോക്കിയേ, നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു സംരംഭമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ? ഉറപ്പായിട്ടും. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്ത രൂപത്തിലുള്ള ബിസിനസ്സുകൾ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോടാണുള്ളത്. നോക്കിയേ, 100% ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലേറ്റ്. അത് ഞാനൊന്നേ ഇങ്ങനെ ഒന്ന് കാണിക്കാം. നമ്മൾ സാധാരണ ഫംഗ്ഷനിൽ കാണുന്ന പ്ലേറ്റ് നോക്കിയേ, പക്ഷേ ഇത് 100% ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലേറ്റ് ആണ്. ഇത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫാക്ടറി കോഴിക്കോടുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മുടെ ആളുകളിലേക്ക് കാണിക്കുക എന്നുള്ളതാണ് പർപ്പസ്. എൻ്റെ കാഴ്ചപ്പാടില്ലേ, നമ്മളിപ്പോൾ ഫംഗ്ഷനൊക്കെ എല്ലാ ആഴ്ചകളിലും അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നമ്മളൊരു പക്ഷേ ഈ കാറ്ററിംഗ് ടീമൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന പ്ലേറ്റൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട്. നോക്കി, ഇത്രയും പ്ലേറ്റ് വെച്ചിട്ട് പോലും എൻ്റെ ഈ ഒറ്റ കയ്യിലായിട്ടിരിക്കണം. അത് മാത്രമല്ല, ഇത് പ്രകൃതിയോട് വളരെ ഇണങ്ങി വന്ന പ്രോഡക്റ്റാണ്. അതെ, ഇവർ 3 സുഹൃത്തുക്കളും ഇവരുടെ സുഹൃത്തുക്കളോട് തുടങ്ങിയേക്കുന്ന സംരംഭമാണ്. എത്തിക്കാം. താങ്ക് യു അഷ്റഫ് സാറ്, ദേ ബാബുച്ചേട്ടൻ, എന്തായാലും താങ്ക് യു സോ മച്ച്. എന്താണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത? ഇത് 100% പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ? അതായത് സാധാരണഗതിയിൽ പണ്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുടെ വെച്ചുള്ള പ്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഇത് ഉപയോഗിക്കരുത് എന്ന് പറയും, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇല്ല അല്ലേ? ഇപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു സാധനം കൂടെയാണ്. എന്താണ് അശോക് സാർ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് ഈ പ്രോഡക്റ്റ് ഏറ്റവും പ്രയോജനകരമാവുന്ന ആർക്കാണ്? ഇത് 100% എക്കോ ഫ്രണ്ട്ലി ബയോഡിഗ്രേഡബിൾ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് ഷുഗർ കെയിൻ ബഗാസിൽ നിന്നും അതിന്റെ പൾപ്പ് മോൾഡ് ചെയ്തിട്ട് ആണ് ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. നമുക്ക് എത്ര വെറൈറ്റി പ്രോഡക്റ്റുകളുണ്ട് ഈ സെഗ്മെന്റ്? 13 വെറൈറ്റി പ്രൊഡക്റ്റുകളുണ്ട്. ഇനി അതിൽ കൂടുതലും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ഒരു ബൾക്ക് വോളിയം കസ്റ്റമർ അവരുടേതായിട്ടുള്ള ഇതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുക എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമാക്കുന്നത് ആക്ച്വലി? അതായത് ഭൂമിയിൽ ലയിച്ച് ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ്. എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ അത് ഭൂമിയിൽ ലയിച്ചു പോകുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഇത് ഭൂമിയിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നല്ല ഫെർട്ടിലൈസറായി മാറും. നമുക്ക് തെങ്ങിന്റെ മരടിടാം, മാവ്, ഏതിന് ജൈവ വളമായി ഇത് പേപ്പർ ആണല്ലോ. ഇത് കത്തിച്ചു കഴിഞ്ഞാൽ തന്നെ അല്ല, പേപ്പർ ഞാൻ ഇത് വളരെ സിമ്പിളായിട്ട്. ഉണ്ടോ? ഇതൊരു പ്രോഡക്റ്റ് ആണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ ഇത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അഷ്റഫ് ഖാൻ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഒന്ന് കണ്ടാലോ? ഉറപ്പായിട്ടും. ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഷുഗർ കെയിന്റെ ബഗാസ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്ലേറ്റുകളെല്ലാം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഷുഗർ കെയിൻ പ്രൊഡക്റ്റുകളാണ്. ഷുഗർ കെയിൻ പ്രൊഡക്റ്റ് 100% ഷുഗർ. അപ്പൊ നമുക്ക് ആ പ്രൊഡക്റ്റ് ഒന്ന് കാണാം. ഉറപ്പായിട്ടും. ഇങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഷീറ്റ് വരുന്നത് അല്ലേ? ഇതാണ് ഷീറ്റ് രൂപത്തിലാണ് ഇത് വരുന്നത്. ഞാൻ നേരത്തെ ഒന്ന് നമ്മുടെ ആളുകളെ കാണിച്ചു വരുന്നത് ഇതാണ് ആ സാധനം അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് നമ്മള് ഇവിടെ പൾപ്പറിൽ ഉപയോഗിച്ചിട്ട് അത് പൾപ്പാക്കി മാറ്റുന്നത്. ആ പൾപ്പിനെ ഞങ്ങള് മോൾഡ് ചെയ്തെടുക്കുകയാണ്. വിവിധ രൂപത്തിലുള്ള പ്ലേറ്റുകളും കണ്ടെയ്നറുകളും എല്ലാം ആക്കിയിട്ട് മോൾഡ് ചെയ്തെടുക്കണം. നമ്മുടെ കരിമ്പിനെയാണ് ഇങ്ങനെയൊക്കെ മാറ്റിയേക്കുന്നത്. അതന്നെ. ഇത് കരിമ്പിന്റെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു പേപ്പർ രൂപത്തിലാണ് ഈ ബഗാസ് വരുന്നത്. ഇത് ആ ഡ്രയറിൽ ഇട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം പൾപ്പറാണത്. ഈ പൾപ്പിംഗ് മെഷീനിൽ വെച്ചിട്ട് അത് പൾപ്പ് ചെയ്തെടുക്കുന്നത്. അതായത് വെള്ളവും ചേർത്തിട്ട് ഇതിനെ പൾപ്പ് രൂപത്തിലേക്കാക്കുന്നത്. നമ്മളുടെ പൾപ്പാണിത് അല്ലേ? അതെ അതെ അതെ. ആ പൾപ്പ് ഇങ്ങനെയായി മാറിയിട്ടുണ്ട്. പൾപ്പാണ് അല്ല? ഇത് 100% എക്കോ ഫ്രണ്ട്ലി, 100% എക്കോ ഫ്രണ്ട്ലി അരിഞ്ഞു പോകുന്ന സാധനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമേ ഞാൻ മനസ്സിലാക്കണത്, ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഒരു തുള്ളി വേസ്റ്റേജ് വരുന്നില്ല അല്ലേ? ഇത് 100% നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അവസ്ഥയാണ്. ഇത് എന്താണോ ഇതിൽ വേസ്റ്റ് വരുന്നത്, വേസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വേസ്റ്റ് ഇല്ല. അപ്പൊ ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ട റോ മെറ്റീരിയലും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്ത രൂപമാണ് ഈ കാണുന്നത് അല്ലേ? അതെ അതെ.
ഇതിനെയാണ് നമ്മള് നമ്മളതായിട്ടുള്ള ഏത് മോൾഡിലേക്കാണ് വേണ്ടത് വെച്ചാൽ ആ മോൾഡിലേക്ക് എത്തിച്ചിട്ട് അതിനെ സ്റ്റീം ചെയ്ത് അതിനെ ഏത് രൂപത്തിലേക്കാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ ആ രൂപത്തിലേക്ക് മാറ്റുന്നത്. അത് നമുക്കൊന്ന് കാണാലോ. ഉറപ്പായിട്ടും. അഷ്റഫ് ഖാൻ നമുക്ക് പൾപ്പിനെ കുറിച്ചും റോ മെറ്റീരിയലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നതൊക്കെ നമ്മുടെ ആൾക്ക് പറഞ്ഞു തന്നു. ഈ നമ്മുടെ ഫാക്ടറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നോട് ബാബുച്ചേട്ടൻ പറഞ്ഞ പോലെ ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാക്ടറിയാണ് അല്ലേ? നമുക്കിവിടെ എത്ര ടൺ കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ഫാക്ടറിയിൽ? ഒരു ദിവസം 6 ടൺ വരെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. 6 ടൺ അല്ലേ? എത്ര മെഷീൻസ് ആണ് നമുക്കുള്ളത്? ഇപ്പൊ നമ്മുടെ അടുത്തുള്ള 10 മെഷീനാണ്. 10 മെഷീനാണുള്ളത് അല്ലേ? അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് കാണേണ്ട ഒരു പ്രോസസ് തന്നെയാണ് അല്ലേ? ഇബാദെ, നമുക്ക് ഇത്തരം 13 ടൈപ്പ് മോൾഡാണ് നമ്മുടെ അടുത്തുള്ളത്. 13 തരം മോൾഡ്. 13 വെറൈറ്റിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനുള്ള മെഷീൻസ് ആണ് ഈ കാണുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മോൾഡും കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടറിയുടെ കപ്പാസിറ്റിയും കാര്യങ്ങളും കണ്ടു. ഇനി ആളുകൾക്ക് കാണാൻ ആഗ്രഹം ആ പൾപ്പ് ഇവിടെ വന്ന് ഇതെങ്ങനെയാണ് പ്ലേറ്റ് ആയി മാറുന്നൊരു പ്രോസസ്സാണ് അല്ലേ? ലത്തീക്ക, നിങ്ങളൊന്ന് പറഞ്ഞാലോ ഇതെങ്ങനെയാണ് ഇത് വർക്ക്? കാര്യം ഇവരും ഇവരുടെ സുഹൃത്തുക്കളും കൂടെ സംരംഭം പോകുമ്പോ എല്ലാരും നമുക്കൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോ എല്ലാരും കാണാൻ പറ്റിയില്ല. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. അടുത്തായിട്ട് ഈ പൾപ്പ് എങ്ങനെ വന്ന് ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ഇതുപോലെയുള്ള പ്ലേറ്റ് ആയിട്ട് മാറുന്നത് കണ്ടേക്കാം. നേരത്തെ ബോയിലിംഗ് കണ്ടല്ലോ, കണ്ടിട്ടുണ്ട്. അവിടുന്ന് നമ്മളെ പൾപ്പിനെ ബോയിൽ ചെയ്തിട്ട് രണ്ടാമത് നമ്മളെ മോൾഡിലേക്ക് അതിനെ അതേ ചൂടോടെ ഹീറ്റോടെ കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഈ മോൾഡിൽ വെച്ചിട്ട് ഇതിന്റെ പ്രോസസ് എന്തായാലും പൂർത്തീകരിച്ചിട്ട് ശേഷമാണ് ആ മോൾഡ് പ്ലേറ്റ് ആയിട്ട് രൂപാന്തരപ്പെട്ടു വരും. അതാണ് ഹീറ്റിംഗ് പ്രോസസ്സാണ്. ഹീറ്റിംഗ് പ്രോസസ്സാണ്. ബേക്ക് ചെയ്ത് എടുക്കുകയാണ്. അതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പ്രോസസ്. അതിന്റെ മോൾഡുകളാണ് ഇപ്പൊ നേരത്തെ ബാബു സാർ പറഞ്ഞില്ലേ ആ സാധനം. അപ്പൊ അവിടെ വന്ന പൾപ്പെല്ലാം ഹീറ്റായ പൾപ്പെല്ലാം ഇവിടെ വന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അതില് നമ്മളെ 13 മോഡൽസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി മോഡൽസ് നമ്മള് മേക്ക് ചെയ്ത് പൾപ്പ് ഹീറ്റ് ആവില്ല. ഇതില് വരുന്ന പൾപ്പ് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കൊടുത്തിട്ട് അതിനെ അതിലുള്ള വെള്ളങ്ങളെ വലിച്ചെടുത്തിട്ട് അതിൽ കംപ്ലീറ്റ് ആ മോളിക്യൂൾസിനെ ഹാർഡാക്കി മാറ്റും. അത് ചൂടില് ബേക്ക് ചെയ്തെടുത്തിട്ട് വെള്ളത്തിനെ കംപ്ലീറ്റ് ആഗിരണം ചെയ്തെടുക്കും. തന്മാത്രകൾ തമ്മിൽ അത്രയും ഇതായിട്ട് ഡെൻസിറ്റി അത്രയും കൂട്ടിയിട്ട് ഇതാകുമ്പോഴാണ് ഈ പേപ്പറിനെ നമുക്ക് പ്രൊഡക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി അതല്ലാതെ പൾപ്പല്ല. പൾപ്പാണ് അത് സാധനം. പക്ഷെ ആ പൾപ്പിന് എന്താവും, അതിന്റെ വെള്ളത്തിന്റെ സാധനമൊക്കെ ഹീറ്റിൽ വലിച്ചെടുക്കും. പൾപ്പ് മാത്രം പ്ലേറ്റ് ആയി. സ്റ്റീമിനാണ് ഈ സാധനം വർക്ക് ഫുൾ ടൈം ബോയിൽ വർക്ക് ചെയ്ത് കൊടുക്കും. നമ്മളങ്ങനെ പ്ലേറ്റിന്റെ എല്ലാ പ്രോസസ്സും കണ്ടു കഴിഞ്ഞു. നോക്കിയേ, നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു സംരംഭമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെ അട്രാക്ട് ചെയ്ത് ഇത് എക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ? എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള പോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംരംഭത്തെ നമ്മുടെ ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വളരെ സന്തോഷം. എല്ലാവിധ ആശംസകൾ. നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കും, എല്ലാ ആൾക്കാരും വിളിക്കും കേട്ടോ. വിദേശത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആൾക്കാർ ഇങ്ങനത്തെ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇവർ ഒരുക്കുന്നുണ്ട്. ഫാക്ടറി ഉള്ളല്ലേ, എത്ര ടൺ വേണമെങ്കിലും സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ സാർ, താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകൾ ഇനിയും വലുതാവട്ടെ അല്ലേ? നമ്മുടെ നാട് വികസനത്തിലേക്ക് എത്തട്ടെ. അപ്പൊ വീണ്ടും നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത സംരംഭമായിട്ട് നമ്മൾ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.